നമസ്കാരം. ഈ കേരള മാരിടൈം ബോർഡ് കേരളത്തിൻ്റെ തുറമുഖങ്ങളും പോർട്ടും ഒക്കെ വികസിപ്പിക്കുകയും പുതിയ കാലത്തേക്ക് അവയെ ഒരുക്കുകയൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് മാരിടൈം ബോർഡിനുള്ളത്. ഈ അടുത്ത കാലത്ത് ഈ മേഖലയിലെ പരിണിതപ്രജ്ഞനായ ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കേരള മാരിടൈം ബോർഡ് കടലുമായി ബന്ധപ്പെട്ടതൊന്നും ചെയ്യുന്നില്ല, അവർക്ക് കൂടുതലും താല്പര്യം കരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സംഗതി സത്യവുമാണ്. കേരള മാരിടൈം ബോർഡ് കേരളത്തിൻ്റെ ഏതാണ്ട് 17 മൈനർ തുറമുഖങ്ങളും അതുപോലെ തന്നെ 4 ഇടത്തരം കുറച്ചുകൂടെ വലിയ തുറമുഖങ്ങളും ഏതാണ്ട് 21 തുറമുഖങ്ങൾ മാരിടൈം ബോർഡിൻ്റെ അധീനതയിലുണ്ട്. ഈ തുറമുഖങ്ങളിലൂടെയുള്ള വികസനങ്ങൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിഭാവന ചെയ്യുകയും മാരിടൈം ബോർഡ് വളരെ സജീവമായി അതിൻ്റെ പ്രവൃത്തികൾ മുന്നോട്ട് പോവുകയും ചെയ്തതാണ്. അതായത് പോർട്ടുകൾ, തുറമുഖങ്ങൾ തമ്മിലുള്ള ചരക്ക് ഗതാഗത നീക്കം, അതുപോലെ തന്നെ ട്രാവൽ സർക്യൂട്ട്, ക്രൂസ് ഷിപ്പിംഗ്, ഇങ്ങനെ ഈ മേഖലകളിൽ വരാവുന്ന ഒരുപാട് വികസനങ്ങൾ വിഭാവന ചെയ്യുകയും ചിലതിനൊക്കെ തുടക്കം കുറിക്കുകയും ചെയ്തു. അഴീക്കൽ, കൊച്ചി, ബേപ്പൂർ, കൊല്ലം ഈ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കോസ്റ്റൽ ഷിപ്പിംഗ് സർക്യൂട്ടിന് പോലും തുടക്കം കുറിച്ചിരുന്നു. പിന്നീട് കൊല്ലത്ത് കപ്പലെടുക്കുമെന്നും കപ്പൽ വരുമെന്നും കയറ്റുമതിയും അവിടുന്ന് ചരക്ക് ഗതാഗതം നടത്തുമെന്നും ഒക്കെ പറഞ്ഞെങ്കിലും ഒന്നും ഫലവത്തായില്ല. ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങളെല്ലാം തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നൊരു കാര്യമുണ്ട്. തുറമുഖങ്ങളും പോർട്ടുകളും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളുമെല്ലാം സ്വകാര്യ മേഖലയുമായി സംയുക്തമായി ചേർന്നുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള ടെൻഡറിലേക്കാണ് പോകുന്നത്. ഈ സ്ഥലങ്ങളെല്ലാം സ്വകാര്യമായി നൽകി അവിടെ വികസിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് മാരിടൈം ബോർഡിന് ഇപ്പോൾ ആ പദ്ധതിയാണ് മാരിടൈം ബോർഡ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന കോൺക്ലേവിൽ പോലും അവർ കേരളത്തിലെ ഈ തുറമുഖങ്ങളെല്ലാം സ്വകാര്യ വ്യക്തികൾക്ക്, സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നതിന് വേണ്ടി അവർ പരസ്യം ചെയ്യുകയും ബ്രോഷർ അടിച്ച് അവിടെ വന്ന പ്രതിനിധികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഈ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ മാരിടൈം ബോർഡ് വലിയതുറയിലും കൊല്ലത്തും നീണ്ടകരയിലും പൊന്നാനിയിലും ബേപ്പൂരും എല്ലാം തുറമുഖത്തോട് അനുബന്ധിച്ച് കിടക്കുന്ന പ്രദേശങ്ങൾ ബ്യൂട്ടിഫിക്കേഷൻ, അവിടെ കോഫി ഷോപ്പ് നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് സ്വകാര്യ വ്യക്തികൾക്ക് ടെൻഡർ വിളിച്ച് നൽകാനുള്ള ഒരു ശ്രമം മാത്രമാണ് അവർ ചെയ്യുന്നത്. നേരെ മറിച്ച് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിഭാവന ചെയ്തതുപോലെ ട്രാവൽ സർക്യൂട്ടും ചരക്ക് ഗതാഗതവും കടൽ മാർഗം നടത്തുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിവെച്ചത് അത് പൂർത്തീകരിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിൽ അതെല്ലാം മാറ്റിവെച്ചിട്ട്, അതായത് കടലിലൂടെ ചരക്ക് നീക്കമെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരക്കേറിയ റോഡിലൂടെ ഗ്യാസ് ട്യൂബും അതുപോലെ തന്നെ ഓയിലും ഒക്കെ ഓയിൽ ടാങ്കറുകളും ഒക്കെ പോകുന്ന ട്രെയിലറുകളിൽ കൊണ്ടുപോകുന്ന വലിയ ചരക്കുകൾ നമ്മുടെ ഷിപ്പിംഗ് സർക്യൂട്ടിലൂടെ, നമ്മുടെ തീരക്കടലിലെ ചരക്ക് നീക്കത്തിലൂടെ നമ്മുടെ മൈനർ തുറമുഖങ്ങൾ വഴി നടത്താവുന്നതാണ്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള അല്ലെങ്കിൽ കൊല്ലം വരെയുള്ള തുറമുഖങ്ങളുണ്ട്. അത് വളരെ മനോഹരമായി ചെയ്താൽ റോഡിലെ അപകടവും ഗതാഗത കുരുക്കുമൊക്കെ ഒരു പരിധിവരെ മാറും. അത്തരം ഒരു കാര്യം ചെയ്യാതെ ഈ നമ്മുടെ തുറമുഖങ്ങൾക്ക് മുൻപിലുള്ള സ്ഥലങ്ങൾ ടെൻഡർ വിളിച്ച് ബോംബെയിലും മറ്റുമൊക്കെ പരസ്യം ചെയ്ത് മുഖ്യധാര പത്രങ്ങളിൽ പരസ്യം ചെയ്യുക, ഇതുപോലെ കോൺക്ലേവ് നടത്തുന്നിടത്ത് ഇതെല്ലാം സ്വകാര്യ മേഖലയിലേക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുക. മാരിടൈം ബോർഡിന്റെ ഉത്തരവാദിത്വം കടലിൽ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ മൈനർ തുറമുഖം, വിഴിഞ്ഞത്തെ മൈനർ തുറമുഖത്ത് 715 കപ്പലുകൾ വന്ന മൈനർ തുറമുഖത്ത് ക്രൂ ചേഞ്ച് നിർത്തലാക്കിയിട്ട് ഏതാണ്ട് 2 കൊല്ലത്തിലേറെയായി. ആ വിഴിഞ്ഞം മൈനർ തുറമുഖത്ത് 700-ലധികം മദർ ഷിപ്പുകൾ ഉൾപ്പെടെ 700-ലധികം കപ്പലുകൾ വരികയും ക്രൂ ചേഞ്ച് ഔട്ടർ ആങ്കറേജ്, അതായത് ആ തീരക്കടലിൽ നമ്മുടെ തുറമുഖത്തു നിന്നും 1-2 നോട്ടിക്കൽ മൈൽ അകലെ ഔട്ടർ ആങ്കറേജിൽ ക്രൂ ചേഞ്ച് നടത്തുകയും അത് വൻ വിജയമാവുകയും ചെയ്തതാണ്. സർക്കാരിന് കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. അത് ലാഭം ഉണ്ടാക്കുന്നു എന്നതിലുപരി ഒരുപാട് പേർക്ക് തൊഴിൽ, ട്രാവൽസിനും ഹോട്ടലുകൾക്കും മറ്റ് പച്ചക്കറി അങ്ങനെ അനുബന്ധമായ സാധനങ്ങളും ഒക്കെ ഉള്ള ഒരു അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് പേർക്ക് തൊഴിലും ജീവിതമാർഗവുമായിരുന്നു. അത് നിലച്ചതിന് ശേഷം അത് പുനരാരംഭിക്കാൻ അനുമതി കിട്ടിയിട്ടും എന്തുകൊണ്ട് ഇത് പുനരാരംഭിക്കുന്നില്ല?
അപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് കോൺക്ലേവിൽ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാരിടൈം ബോർഡിൻ്റെ അധികൃതർ തന്നെ പറയുന്നത് ഇത് ഒരു കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നതുകൊണ്ടാണ്, അത് മാറിയാൽ ആരംഭിക്കും. അപ്പോൾ അതിനും മുകളിൽ ഒരു മറുപടി വന്നത് ഇത് അന്താരാഷ്ട്ര തുറമുഖത്ത് ഈ ക്രൂ ചേഞ്ച് ഉടൻ തന്നെ ആരംഭിക്കും. യഥാർത്ഥത്തിൽ അത് ഒരു അറിവില്ലായ്മ പോലെയാണ് ഇതിലെ വിദഗ്ധർ പറയുന്നത്. അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്ത് ഈ ക്രൂ ചേഞ്ചൊക്കെ നടത്തുന്നത് മറ്റ് കപ്പലുകൾക്ക് അധിക ചെലവാണ്. ഔട്ടർ ആങ്കറേജിൽ ഒരു കപ്പൽ വന്ന് ക്രൂ ചേഞ്ച് നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു 50,000-60,000 രൂപയ്ക്ക് തീരുന്ന, അല്ലെങ്കിൽ 75,000 രൂപയ്ക്ക് തീരുന്ന ഒരു കാര്യം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വലിയ അദാനി തുറമുഖത്ത് വന്ന് ആ തീരത്തടുത്ത് ഈ ക്രൂ ചേഞ്ച് നടത്തുക, അതിനുവേണ്ടി അങ്ങനെ തീരത്തടുക്കാറില്ല. അങ്ങനെ ഒരു നടപടി അപൂർവമാണ്. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ വരുന്ന വഴി, അതാണ് വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത. അപ്പൊ നമ്മുടെ മൈനർ തുറമുഖത്തിന്റെ ഒരു നേട്ടവുമാണ് അതാണ്. അപ്പൊ ആ മൈനർ തുറമുഖവും ഇവര് PPP മാതൃകയിൽ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു നൽകാനുള്ള ശ്രമമാണ് മാരിടൈം ബോർഡ് നടത്തുന്നത്. ചെയ്തുകൊണ്ടിരുന്ന വരുമാനം വന്നുകൊണ്ടിരുന്ന ഒരു കാര്യം നിലച്ചത് പുനരാരംഭിക്കാതെ അത് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വ്യഗ്രത, അത് മറ്റ് മൈനർ തുറമുഖങ്ങളിലും ഈ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന വിഴിഞ്ഞത്തെ മൈനർ തുറമുഖത്തും ഇപ്പോൾ അങ്ങനെ ഒരു നിലപാടാണ്. എന്താണ് ആ നിലപാടിൻ്റെ പിന്നിലെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ വികസനങ്ങൾ സ്വാഭാവികമായും അവർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിഭാവനം ചെയ്തതുപോലെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ ഏറ്റവും മികച്ച രീതിയിൽ, അതായത് ഏതാണ്ട് 600 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള കേരളത്തിൻ്റെ തീരമേഖലയിൽ ഒരു വികസനത്തിൻ്റെ വേറൊരു പുതിയ ചക്രവാളം തന്നെ തുറക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ മാരിടൈം ബോർഡും മറ്റും അടച്ചു കളയുന്നത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരള മാരിടൈം ബോർഡ് കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം തുറമുഖങ്ങളുടെയും പോർട്ടിൻ്റെയും അധീനതയിലുള്ള തീരമേഖലകളിൽ പുതിയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലാണ് താല്പര്യം. ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നില്ല. പക്ഷേ ഇതിന് ഉപോത്ബലകമായിട്ട് ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ തുറമുഖ വകുപ്പിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായി കേരള റവന്യൂ വകുപ്പ് മന്ത്രി നിയമസഭയിൽ ഒരു പ്രസ്താവന നടത്തി. തുറമുഖങ്ങളുടെ അധീനതയിലുള്ള പ്രദേശങ്ങളാണെങ്കിൽ പോലും അത് റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള ഭൂമിയാണ്. തുറമുഖത്തിന് വേണ്ട ചില കാര്യങ്ങൾ നടത്തുന്നതിന് തടസ്സമില്ല. നേരെ മറിച്ച് ഇത് PPP മാതൃകയിൽ സ്വകാര്യ മേഖലയിലേക്ക് നൽകുമ്പോൾ, സ്വകാര്യ സംരംഭകർക്ക് നൽകുമ്പോൾ അതിനകത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ട്. അത് റവന്യൂ വകുപ്പിന്റെ അധീനതയിലാണെന്ന് കൃത്യമായി റവന്യൂ വകുപ്പ് മന്ത്രി നിയമസഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു. അപ്പോൾ ഈ കണ്ട പ്രവർത്തനങ്ങളും ഈ കണ്ട കാര്യങ്ങളും ടെൻഡറും ഒക്കെ നടത്തിക്കൊണ്ട് മാരിടൈം ബോർഡ് ഒരു വഴിയിലേക്ക് നീങ്ങുമ്പോൾ റവന്യൂ വകുപ്പിന്റെ ഈ ഒരു തീരുമാനം റവന്യൂ വകുപ്പ് മന്ത്രി അറിയിച്ചതോടുകൂടി ഇത്തരം നടപടികൾക്ക് ഇനി വലിയ പ്രസക്തിയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ തുറമുഖവുമായി അനുബന്ധമായിട്ടുള്ള പ്രദേശങ്ങളും സ്ഥലങ്ങളും തുറമുഖത്തിൻ്റെയും അതിനോട് അനുബന്ധിച്ച വികസനത്തിനുമൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഇത് മറ്റ് കോഫി ഷോപ്പും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ കൊടുക്കുകയും അത് അതിൻ്റെ ഒരു വികസന മാതൃകയല്ല, കേരളീയ ശൈലിയിലുള്ളൊരു വികസന മാതൃകയല്ല. ഇത് തന്നെ ആയാലും ഇത് തുറമുഖങ്ങളിലൂടെയുള്ള വികസനത്തിൻ്റെ കവാടങ്ങൾ എന്ന് പറയുന്ന ആ തുറമുഖങ്ങൾ ഒരു നല്ല നിലയിലേക്ക് വരുന്നതിന് എല്ലാ രീതിയിലും നമുക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി മാരിടൈം ബോർഡും മറ്റ് വകുപ്പുകളും ശ്രമിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.